എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 20 എന്ന് ആരംഭിക്കുന്നു. ഈ 20ാമത്തെ അധ്യായത്തില് പിതാവിന്റെ അനുഗ്രഹം നിമിത്തം പരമോന്നതി പ്രാപിച്ച ആ പൂരു മഹാരാജാവിന്റെ വംശത്തിൽ ജനിച്ച ദുഷ്യന്ത മഹാരാജാവിന്റെയും അദ്ദേഹത്തിന്റെ പുത്രനായ ഭരതന്റെയും കീർത്തിയെ പറ്റിയിട്ടൊക്കെയാണ് ഈ അധ്യായത്തില് 20ാം അധ്യായത്തില് പറയണത്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ് ഭാഗവത നവമസ്കന്ധ വിംശോധ്യായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം വിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. യോऽन्तः പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദി പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. പൂരോർവംശം പ്രവക്ഷ്യാമി യത്ര ജാതോസി ഭാരത യത്ര രാജർഷയോ വംശ്യാ ബ്രഹ്മവംശ്യാശ്ച ജജ്ഞിരേ. ഭാരത, ഭരതകുലശ്രേഷ്ഠ, യത്ര യാതൊന്നിൽ ജാത അസി അങ്ങ് ജനിച്ചിരിക്കുന്നുവോ, യത്ര യാതൊന്നിൽ വംശ്യ വംശാഭിവൃദ്ധി വരുത്തുന്ന രാജർഷയ ഋഷിതുല്യന്മാരായ രാജാക്കന്മാരും ബ്രഹ്മവംശ്യ വംശാഭിവൃദ്ധി വരുത്തുന്ന ബ്രാഹ്മണരും യജ്ഞിരെ ജനിച്ചുവോ. പൂരോ വംശം, പൂരുവിന്റെ വംശത്തെ പ്രവക്ഷ്യാമി പ്രകർഷേണ പറയുന്നു. ശ്രീ സുഖബ്രഹ്മർഷി പറയുന്നു, ഹേ ഭാരത, യാതൊരു വംശത്തിൽ അങ്ങ് ജനിച്ചിരിക്കുന്നുവോ, യാതൊന്നിൽ വംശമഹിമയെ വർദ്ധിപ്പിക്കുന്ന രാജർഷികളും ബ്രഹ്മർഷികളും ജനിച്ചിരിക്കുന്നുവോ, ആ പൂരു മഹാരാജാവിന്റെ വംശത്തെ ധരിച്ചു പറയാം. ശ്രദ്ധയോടെ കേട്ടോളൂ. ജനമേജയോ ഹ്യഭൂൽപൂരോ പ്രജിന്വാൻ തൽസുതസ്തദാ പ്രവീരോധ നമസ്യുർവൈ തസ്മാൽ ചാരുപദോ ഭവൽ. പൂരോ, പൂരുവിൽ നിന്ന് ജനമേജയ, ജനമേജയൻ അഭൂത ഭവിച്ചു. തത്സുത അദ്ദേഹത്തിന്റെ പുത്രൻ, തഥാ അദ്ദേഹത്തിൽ നിന്ന് അഭവൽ ഉണ്ടായി. പൂരുവിന്റെ പുത്രൻ ജനമേജയൻ, അദ്ദേഹത്തിന്റെ പുത്രൻ പ്രജിന്വാൻ, അദ്ദേഹത്തിന്റെ പുത്രൻ പ്രവീരൻ, അദ്ദേഹത്തിന്റെ പുത്രൻ നമസ്യു, അദ്ദേഹത്തിന്റെ പുത്രൻ ചാരുപദൻ. തസ്യ സുദ്യുരഭൂൽപുത്ര തസ്മാൽ ബഹുഗവസദാ സംയാതി തസ്യാഹം യാതി രൗദ്രാശ തൽസുത സ്മൃത. ചാരുപദപുത്രൻ സുദ്യു, അദ്ദേഹത്തിന്റെ പുത്രൻ ബഹുഗവൻ, അദ്ദേഹത്തിന്റെ പുത്രൻ സംയാതി, സംയാതിയുടെ പുത്രൻ അഹംയാതി, അദ്ദേഹത്തിന്റെ പുത്രൻ രൗദ്രാശ്. ഹൃദയേയുസ്തസ്യ കുക്ഷേയു ഥണ്ഡിലേയു കൃതേയുക ജലേയു സന്തതേയുശ്ച ധർമ്മ സത്യവ്രതേയവ ദശൈതേ അപ്സരസ പുത്ര വനേയുശ്ചാവമസ്മൃത ഹൃദാച്യാം ഇന്ദ്രിയാണീവ മുഖ്യസ്യ ജഗദാത്മന. രൗദ്രാശുന് കൃതാജി എന്നു പേരായ അപ്സര സ്ത്രീയില് ഹൃദയു, കുക്ഷേയു, തണ്ടിലേയു, കൃതേയു, ജലേയു, സന്തതേയു, ധർമ്മേയു, സത്യേയു, വ്രതേയു, വനേയു എന്ന 10 പുത്രന്മാര്. ലോകത്തിന്റെ ആത്മാവായിരിക്കുന്ന പ്രാണന്റെ വശവർത്തികളായ ഇന്ദ്രിയങ്ങളെ എന്ന പോലെ അവര് ജനിച്ചു. അതാണ് ഹൃദയോരന്തി ഭാരോപുൽ ത്രയസ്തസ്യാത്മജാ നൃപ സുമതിർ ധ്രുവോ അപ്രതിരഥ കണ്ണോ പ്രതിരഥാത്മജ. ഹൃദയുവിന്റെ പുത്രൻ രന്തിഭാരൻ, അദ്ദേഹത്തിന് സുമതി, ധ്രുവൻ, അപ്രതിരഥൻ എന്നു പേരായ 3 പുത്രന്മാര്. അപ്രതിരഥന്റെ പുത്രൻ കണ്വൻ. തസ്യമേതാതിഥിസ്തസ്മാൽ പ്രസ്കണ്വ
ധനുമാദ്യാതിജാതയാ പുത്രോ ഭൂൽസുമതേരൈഭ്യോ ദുഷ്യന്തസ്തൽസുതോ സ്മൃത. കണ്ണുപുത്രൻ മേധാതിഥി, അദ്ദേഹത്തിൽ നിന്ന് പ്രസ്വകണ്ണൻ മുതലായ ബ്രാഹ്മണരുണ്ടായി. സുമതിയുടെ പുത്രൻ രൈഭ്യൻ, അദ്ദേഹത്തിന്റെ പുത്രൻ പ്രഖ്യാതനായ ദുഷ്യന്തൻ. ദുഷ്യന്തോ മൃഗയാം യാത കണ്വാശ്രമവദം ഗത തത്രാസീനാം സ്വപ്രഭയാ മണ്ഡയന്തിം രമാമിവ വിലോക്യ സദ്യോ മുമുഹേ ദേവമായാമിവ സ്ത്രിയം ബഭാഷേ താം വരാരോഹാം ഭടൈ കതിപയൈർവൃത. കതിപയൈ ഭടൈ വൃത, കുറെ ഭടന്മാരാ ചുറ്റപ്പെട്ടവനായിട്ട് മൃഗയാം യാത ദുഷ്യന്ത, നായാട്ടിനായി പോയ ദുഷ്യന്തൻ കണ്വാശ്രമപദംഗത, കണ്വാശ്രമ സ്ഥാനത്തെ പ്രാപിച്ചു. തത്ര ആസീനാം, അവിടെ ഇരിക്കുന്നവളും സ്വപ്രഭയ, സ്വകാന്തി കൊണ്ട് മണ്ഡയന്തിയും ആശ്രമത്തെ അലങ്കരിക്കുന്നവളും രമാം ഇവ സ്ഥിതാം, ലക്ഷ്മി ദേവി എന്ന പോലെ ഇരിക്കുന്നവളുമായ സ്ത്രീയാം, സ്ത്രീയെ ദേവമായാം ഇവ, ദേവമായ എന്ന പോലെ വിലോക്യ കണ്ടിട്ട് സദ്യ മുമ്മുഖേ ഉടനെ മോഹിച്ചു. താം വരാരോഹാം, ആ ഉത്തമ സ്ത്രീയോട് ബഭാഷെ ചോദിച്ചു. ദുഷ്യന്തന് ശകുന്തളയില് ഭരതൻ എന്നു പേരായ പുത്രനുണ്ടായെന്ന് പറയാനായിട്ട് ആ കഥ 15 ശ്ലോകം കൊണ്ട് വിവരിക്കുകയാണ്. ഇനി കുറച്ച് സൈന്യങ്ങളോടുകൂടി ദുഷ്യന്ത മഹാരാജാവ് നായാട്ടിന് പോയി. ആ അവസരത്തില് കണ്വ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നു. അവിടെ ഉണ്ടല്ലോ ഒരു അതിസുന്ദരി, തന്റെ ദേഹകാന്തി കൊണ്ട് ആശ്രമത്തെ അലങ്കരിക്കുന്ന ലക്ഷ്മി ദേവിയെ പോലെയും. മഹാവിഷ്ണു ആ അമൃതാപഹാരികളായ അസുരന്മാരെ മോഹിപ്പിക്കാനായിട്ട് ഒരു വേഷം കെട്ടിയല്ലോ, മോഹിനി വേഷം. അങ്ങനെയുള്ള ദേവമായാണോ എന്ന് തോന്നുമാറിയിരിക്കുന്നവളായ ഒരു സ്ത്രീയെ അങ്ങോട്ട് കണ്ടു. കണ്ട ഉടനെ തന്നെ ആ സ്ത്രീയിൽ അങ്ങോട്ട് മോഹിച്ചു. എന്നിട്ട് ഇതാ ദുഷ്യന്തൻ അവളോട് ചോദിക്കുകയാണ്. ശകുന്തളയാണ് അവിടെ കണ്ട ദേവമായ മോഹിനിയായിട്ടുള്ള ആ പെൺകുട്ടി. ആ ശകുന്തളയോടുള്ള സംഭാഷണങ്ങളാണ് അടുത്ത ശ്ലോകങ്ങൾ. അത് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.